ഒരു ഡ്രസ്സ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു ഒരു കളക്ഷൻ ഓഫ് ഡ്രസ്സ് നമ്മുടെ മുന്നിൽ ഉണ്ടാവും. അതിൽ നമുക്ക് പാകമായിട്ടുള്ള ഒരു ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ ചുരുക്കം ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമുക്ക് പാകമാകുന്നത് എന്നുള്ള രീതിയിൽ വളരെ ചുരുക്കം 1-2 ഡ്രസ്സ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതിൽ പോലും നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബാക്കി എല്ലാം ഇഷ്ടപ്പെടും. ചിലപ്പോൾ അതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെടും, കളർ ഇഷ്ടപ്പെടും, നമുക്ക് നന്നായിട്ട് ഇണങ്ങും. പക്ഷേ ഒന്നിൽ ചെറിയ ചെറിയ ഒരു സൈസ് വ്യത്യാസം കാണും. അപ്പോൾ ശരിക്കും നമ്മുടെ അതേ ബോഡി അനുസരിച്ച് ഫിറ്റായിട്ടിരിക്കേണ്ടതാവില്ല. ചിലപ്പോൾ വളരെ ഡീപ്പ് നെക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരാളുടെ മെഷർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള സ്റ്റിച്ചിങ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ബാക്കിയെല്ലാം ഓക്കെയാണ്, ഈ ഒരു ചെറിയ ഡിഫറൻസോ ഇല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം എന്ന് കരുതിയിട്ടാകും ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് എപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതായത് നമുക്ക് ഒരേ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സ്ലിറ്റ് ഉണ്ടെങ്കിൽ സ്ലിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നത് നോക്കണം. അല്ലെങ്കിൽ ഡീപ്പ് നെക്ക് ആണെന്നുണ്ടെങ്കിൽ നെക്ക് നമ്മളൊന്ന് കുനിയോ തിരിയോ ചെയ്ത് കഴിഞ്ഞാൽ അതെവിടേക്ക് പോകണമെന്ന് ചിന്തിക്കണം. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോകുന്ന ചില സമയങ്ങളുണ്ട്. എപ്പോഴും നമുക്ക് ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റാത്ത നേരങ്ങൾ. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിരുന്നതിൽ ഞാനെന്തോ അതായത് പോസിങ് കഴിഞ്ഞിട്ട് തിരികെ വന്ന് ചെരുപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെരുപ്പിടുന്നതിൽ ഫോക്കസ് ചെയ്തേക്കുവാണ്. എൻ്റെ സ്ലിറ്റ് ആ ടൈമിൽ കറക്റ്റായിട്ട് പിടിച്ചു വെക്കുന്നതിൽ ഞാൻ ഫോക്കസ് ചെയ്യുകയാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ നെക്ക്, അല്ലെങ്കിൽ അത് കുറച്ച് ഡീപ്പ് നെക്കായിരുന്നു, അതിനെപ്പറ്റി ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ചെരുപ്പിട്ടുകൊണ്ടിരുന്ന അത്രയും സമയം ഇത് ഫുൾ ഫോക്കസിൽ ക്ലോസപ്പിൽ എത്രത്തോളം കവർ ചെയ്യാമോ അത്രത്തോളം കവർ ചെയ്ത് പല മീഡിയാസും അതെടുത്ത് ഇടുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാനിത് ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്ത് നോക്കാറില്ല. പക്ഷേ ഇത് കാണുന്ന പലരും എനിക്ക് എടുത്ത് അയച്ചു തരികയാണ്, ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാകുന്നത്. അപ്പം ഇതിപ്പം ഞാൻ മാത്രമല്ല, ഇപ്പം എൻ്റെ അമ്മ കാണുന്നുണ്ട്, എൻ്റെ കുടുംബക്കാർ കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇത് കാണുന്നുണ്ട്. അപ്പം എൻ്റെ അമ്മ ഇത് തീർച്ചയായും കണ്ടിട്ടുണ്ടാവും. അമ്മയ്ക്കിത് കണ്ടിട്ട് വളരെ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അമ്മയ്ക്കറിയാം ഒരിക്കലും ഞാൻ അങ്ങനെ ഒരാളെ അല്ല എന്നുള്ളത് എൻ്റെ അമ്മയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഉറപ്പായും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാണെന്നും അമ്മയ്ക്ക് മനസ്സിലാവും. കാരണം പലപ്പോഴും അമ്മയും കൂടെ ഉണ്ടായിരുന്ന പല പ്രോഗ്രാംസിലും